നമസ്കാരം. ഇന്നത്തെ വിഷയം ജീവനക്കാർക്കായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ യോഗ്യതയുള്ള, അതായത് ബി.എഡ്, ടി.ടി.സി യോഗ്യതകളുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും, ഒ.എമാര്, FTMs, അതുപോലെയുള്ള ക്ലർക്കുമാര്, ഇവർക്കൊക്കെ അധ്യാപകരാകാൻ യോഗ്യതയുണ്ടെങ്കിൽ ബൈ ട്രാൻസ്ഫർ കിട്ടും. അത്തരം ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷാ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേട്ടറ്റിന്റെ. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, ഈ പരീക്ഷ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി അല്ലെ അനധ്യാപകർക്ക് വേണ്ടി മാത്രമാണ്. പുറത്തുനിന്ന് ഒരു കാറ്റഗറിയിൽ, അതായത് ജനറൽ ആയിട്ടുള്ള ജീവനക്കാരല്ലാത്ത അധ്യാപകരോ മറ്റ് ജീവനക്കാരോ അല്ലാത്ത ആർക്കും തന്നെ ഈ പരീക്ഷ എഴുതാൻ കഴിയില്ല. കാരണം അതിന് ഒന്നുകിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെൻ നമ്പർ കൊടുക്കണം. ജീവനക്കാരെ അപ്രൂവലായ എല്ലാവർക്കും, അല്ലെ ഗവൺമെന്റ് സ്കൂളുകളിലുള്ള എല്ലാവർക്കും തന്നെ പെൻ നമ്പർ, അതായത് പെർമനന്റ് എംപ്ലോയി നമ്പർ ഉണ്ടായിരിക്കും. അത് നമ്മൾ അപേക്ഷയിൽ കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ്, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് പുതിയതായിട്ട് ഒരു കേട്ടറ്റ് എഴുതാൻ, കോഴ്സ് കഴിഞ്ഞ് എല്ലാം നിൽക്കുന്ന അവർക്ക് എഴുതാൻ, ഈ കേട്ടറ്റ് എഴുതാൻ കഴിയില്ല എന്ന കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ സർവീസിലുള്ള മറ്റുള്ളവർ, അതായത് അധ്യാപകർ ഒഴികെയുള്ള കാറ്റഗറീസ്, ക്ലർക്കുമാര്, ഒ.എമാര്, പിന്നെ ഫുൾ ടൈം കണ്ടിൻജന്റ് മീനിയൽ അല്ലെങ്കിൽ പാർട്ട് ടൈം കണ്ടിൻജന്റ്, ഇവർക്കൊക്കെ എഴുതാം. പക്ഷെ അവർക്ക് എന്ത് യോഗ്യത? ഈ അധ്യാപകരാകാനുള്ള യോഗ്യത വേണം. അപ്പോൾ അത്തരം ആളുകളിൽ നിന്ന് അധ്യാപകരാകാൻ വേണ്ടി, ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിലാണ് PSCയിൽ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, അത്തരം ആൾക്കാർക്ക് മിനിമം 5 വർഷത്തെ സർവീസ് ആ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ PSC ബൈ ട്രാൻസ്ഫറിന് വിളിക്കുമ്പോൾ അപേക്ഷിക്കാം. അപ്പോൾ ബൈ ട്രാൻസ്ഫറിന് വിളിക്കുമ്പോൾ അപേക്ഷിക്കണമെങ്കിൽ ഈ കേട്ടിട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവർക്കും ഈ പരീക്ഷയിൽ പങ്കെടുക്കാം എന്ന് പറയുന്നത്. ഇപ്പൊ പെൻ നമ്പറും ഞാൻ പറഞ്ഞു നിർബന്ധമാണ്. ഇല്ലാത്തവർ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അപ്ലോഡ് ചെയ്യണം. അത് ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിൽ ഹെഡ് മാസ്റ്റർ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ അതിൽ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് മാനേജരാണ്. ഇനി എത്ര കാറ്റഗറി ആയാലും ഒരു തവണ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് 4 കാറ്റഗറിയിലാണ് അപേക്ഷിക്കാൻ കഴിയുക. കാറ്റഗറി 1, 2, 3, 4. അപ്പം നമുക്ക് 2ഉം 3ഉം ആണെങ്കിൽ അപേക്ഷിക്കാം. അത് 2 അപേക്ഷിച്ച് കൺഫേം ചെയ്തതിന് ശേഷം 3 അപേക്ഷിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ വേണമെങ്കിൽ അത്തരത്തിൽ 2 കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഒരേ സമയത്ത് തന്നെ 2 കാറ്റഗറിയും ടിക്ക് ചെയ്ത് അപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഒരു തവണ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഫീസ് അടയ്ക്കുമ്പോൾ വേറെ വേറെ ഫീസ്, നമുക്ക് അത് എത്ര എണ്ണം അപേക്ഷിച്ചോ അതിൻ്റെ ഫീസ് നമ്മൾ വേറെ വേറെ അടയ്ക്കുകയും ചെയ്യേണ്ടതാണ്. മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പറയുന്നത്, ഫോട്ടോയിൽ പേരും തീയതിയും പാടില്ല. സാധാരണഗതിയിൽ PSC എക്സാമിനും മറ്റ് എക്സാമുകൾക്കൊക്കെ പറയുന്ന പോലെ ഫോട്ടോയിൽ പേരും ഡേറ്റും ഒക്കെ വേണമെന്ന് പറയുന്നത് ഇവിടെ അത് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോ സെൽഫി എടുത്ത ഫോട്ടോ ആയിരിക്കരുത്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. ഇത്തരം നിബന്ധനകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേട്ടറ്റ് പരീക്ഷയ്ക്ക് പ്രായപരിധി ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നെഗറ്റീവ് മാർക്ക് ഇല്ല കേട്ടറ്റ് പരീക്ഷയ്ക്ക്. ഇപ്പോൾ 150 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 150 മാർക്ക് ധൈര്യമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. കറക്കി കുത്തിയാല് ലോട്ടറി പോലെ കിട്ടിയാൽ കിട്ടി. പക്ഷെ നമുക്ക് അവിടെ അത് PSCയിലാണെങ്കിൽ എന്തായി? നെഗറ്റീവ് മാർക്കാവും. എല്ലാം അറിയാത്തതെല്ലാം കുത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ ജയിച്ച ആൾ പോലും തോറ്റു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പുറകോട്ട് പോരും. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് പറയാനുള്ളത്. നമ്മൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഈ അപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ, ഈ ജീവനക്കാരും അധ്യാപകരും ഒക്കെ തന്നെ ഈ കഴിഞ്ഞ ജനുവരി മാസം, പിന്നെ ഈ ഫെബ്രുവരി മാസം 21-നും 23-നും ഒക്കെ നടന്ന പരീക്ഷ എഴുതിയവരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അത്തരം പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർ ഇതിന് അപേക്ഷിക്കണമെന്നില്ല. അത് കാരണം നമ്മളുടെ 1000 രൂപ കൂടി കളഞ്ഞ്
വീണ്ടും അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അന്നത്തെ പരീക്ഷ എഴുതിയവർ അതിൻ്റെ ആൻസർ കീ നോക്കിയിട്ടുണ്ടാവും. ആൻസർ കീ നോക്കിയപ്പോൾ ഉറപ്പായിട്ടും പാസ്സാകും എന്ന് കരുതുന്നവർ, അതായത് നല്ല മാർക്ക് കിട്ടും എന്ന് അതായത് 90-ന് മേലെ മാർക്ക് കിട്ടും എന്ന് കരുതുന്നവർ അത് കീയിൽ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബൗണ്ടറിയിൽ സംശയമുള്ളവർ മാത്രം ഇത് എഴുതണം, അപ്ലൈ ചെയ്യണം. ഉറപ്പുള്ളവർ അപ്ലൈ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവിടെ ഓൾറെഡി കഴിഞ്ഞ ഫെബ്രുവരിയിലെ പരീക്ഷയിൽ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടുമെങ്കിൽ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഇരിക്കുമ്പോൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സംഘടിപ്പിച്ച് റെഡിയാക്കിയിട്ട് വേണം ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇരിക്കാൻ. അപ്പം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ചെയ്യുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തേത് സ്കൂൾ ടൈപ്പ് ഏതാണ്, സ്കൂൾ ഏത് ടൈപ്പാണെന്നുള്ളതാണ്. അത് ടൈപ്പുകൾ പറയുമ്പോൾ ഗവൺമെൻറ്, എയ്ഡഡ്, അങ്ങനെ ഉള്ള ഏത് ടൈപ്പാണ് സ്കൂൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പെൻ നമ്പറാണ്. പെൻ നമ്പർ അത് ഓപ്ഷനിലാണ്. പെർമനന്റ് എംപ്ലോയി നമ്പർ എന്ന് പറയുന്ന നമ്പർ ഇല്ലെങ്കിൽ നമ്മളൊരു ഡിക്ലറേഷൻ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് രണ്ടാമത്തത്. അപ്പോൾ അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങാവൂ, അതിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഡേറ്റ് ഓഫ് ജോയിനിങ്, സർവീസിൽ ജോയിൻ ചെയ്ത തീയതി എന്നാണ്, അത് എഴുതി വെക്കണം. നെയിം ഓഫ് സ്കൂളിൻ്റെ പേര്. സ്കൂൾ കോഡ്, എല്ലാ സ്കൂളുകൾക്കും കോഡുണ്ട്. നമ്മൾ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും കോഡുണ്ട്. അതാണ് സ്കൂൾ കോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുക. എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ്, വിദ്യാഭ്യാസ ജില്ല. നമ്മളുടെ സ്കൂൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്കൂള് സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ ജില്ല ഏതാണ്? അപ്പോൾ അത് ജില്ലയല്ല. വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ജില്ലയിൽ 2, 3, 4 ഒക്കെ വിദ്യാഭ്യാസ ജില്ലകൾ ഉണ്ടാവും. ഇപ്പോൾ വയനാടാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ ജില്ല മാത്രമേ ഉള്ളൂ വയനാട്ടിൽ. കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിൽ 3 വിദ്യാഭ്യാസ ജില്ലയുണ്ട്. അതായത് തലശ്ശേരി, കണ്ണൂര്, തളിപ്പറമ്പ്, 3 എണ്ണമുണ്ട്. അത് മലപ്പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും എണ്ണം കൂടി തിരൂര്, തിരൂരങ്ങാടി, മലപ്പുറം, പിന്നെ ഒന്നുകൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാഭ്യാസ ജില്ലകൾ പല ജില്ലകളിലും പല എണ്ണത്തിലാണ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ ഏതാണോ അത് നമ്മൾ എഴുതി വെക്കുക. നമ്മൾ ഏതാണ് അടുത്തത് കാറ്റഗറി ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചു വെക്കുക. നമുക്കറിയാം കാറ്റഗറി 1 LP സ്കൂൾ ടീച്ചർ ആവാനാണ്, കാറ്റഗറി 2 UP ടീച്ചർക്കാണ്, കാറ്റഗറി 3 ഹൈസ്കൂൾ ടീച്ചർക്കാണ്, കാറ്റഗറി 4 എന്ന് പറയുന്നത് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അതായത് 7ാം ക്ലാസ് വരെയുള്ള ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അധ്യാപകർ, അതായത് ഹിന്ദി, സംസ്കൃതം, ഉറുദു, അറബിക്ക് പോലെയുള്ള വിഷയങ്ങൾ 7ാം ക്ലാസ് വരെയുള്ളവർക്ക് കാറ്റഗറി 4ആണ്. എന്നാൽ അതേ കൺസേൺഡ് സബ്ജക്റ്റ് മലയാളം, അറബിക്ക്, ഉറുദു, സംസ്കൃതം ഹൈസ്കൂളിലാണെങ്കിൽ കാറ്റഗറി 3 വേണമെന്നായി. അപ്പോൾ ഇത്തരം ലാംഗ്വേജ് ടീച്ചേഴ്സിനെ നമ്മൾ ജൂനിയർ ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അവർക്ക് കാറ്റഗറി 4 ആണ്. മറ്റൊരു വിഭാഗം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അതായത് കായികമായിട്ടുള്ള എല്ലാ യോഗ്യതയുമുള്ള അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ഡ്രോയിങ് ടീച്ചർ, വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, അത്തരത്തിലുള്ളവരൊക്കെ വേണ്ടത് കാറ്റഗറി 4 ആണ്. ഇനി നിങ്ങൾ അടുത്തത് കാണേണ്ടത്, നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയിലാണ് എക്സാം സെൻറ്റർ പ്രിഫർ ചെയ്യുന്നതാണ് അടുത്ത ചോദ്യമുള്ളത്. എക്സാം പ്രിഫർ ചെയ്യുന്ന വിദ്യാഭ്യാസ ജില്ല ഏതാണ്? മിക്കവാറും നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസ ജില്ലയുടെ ആസ്ഥാനത്ത് തന്നെ പരീക്ഷാ സെൻറ്റർ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ പേര്, SLC ബുക്കിലുള്ളത് പോലെയുള്ള പേര്, ജെൻഡർ ഏതാണ്, മെയിലാണോ ഫീമെയിലാണോ, ജനന തീയതി, നെയിം ഓഫ് ഗാർഡിയൻ ഓർ ഫാദർ, നെയിം ഓഫ് ഫാദർ, റിലീജിയൻ എന്താണ്, നിങ്ങളുടെ മതം. അടുത്തത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, SC ST OBC OEC, അത്തരത്തിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് അടുത്ത ചോദ്യം. അടുത്തത് നമ്മൾ കാസ്റ്റ് ഏതാണെന്ന് എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാസ്റ്റ് നമ്മൾ എഴുതില്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഫോർവേഡ് കാസ്റ്റായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് ചോദ്യം. അടുത്തത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്
എഴുതി വെക്കുക. അപ്പം നമ്മൾ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വൈറ്റ് പേപ്പറിൽ എഴുതി റെഡിയാക്കി വെച്ചതിന് ശേഷമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി രേഖപ്പെടുത്താൻ വേണ്ടി ഇരിക്കാൻ പാടുള്ളൂ. നമ്മളുടെ മൊബൈൽ നമ്പറാണ് അടുത്തത്. നമ്മൾക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാവും. ഇമെയിൽ ഐ ഡി രേഖപ്പെടുത്താനുള്ള കോളം ഉണ്ട്, അത് റെഡിയാക്കി വെക്കുക. മറ്റൊന്നിനി ഐ ഡി പ്രൂഫ് ടു ബി കെപ്റ്റ് ബൈ എക്സാം. എക്സാമിന് നമ്മൾ പിന്നെ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന ഐ ഡി പ്രൂഫിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ട്. ആ ലിസ്റ്റിൽ നമ്മുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് ഏതാണെന്നും അത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, അത് എഴുതി വെക്കണം. ആ ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ വെക്കണം. ഈ ഐ ഡി പ്രൂഫ് ആയിരിക്കണം നമ്മൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്പറുള്ള ഏത് ഐ ഡി കാർഡാണോ ഇപ്പോൾ നമ്മൾ ഐ ഡി പ്രൂഫായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഐ ഡി കാർഡിൻ്റെ നമ്പർ നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആ ഐ ഡി കാർഡ് തന്നെ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഹോൾ ടിക്കറ്റിനൊപ്പം നമ്മൾ അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് ഏത് പരീക്ഷയാണ് നമ്മൾ പാസ്സായിട്ടുള്ളത്? SLC ആണോ, അല്ലെങ്കിൽ THSLC ആണോ, അല്ലെങ്കിൽ CBSE ആണോ, അതിന് ഏതാണ് എന്നൊരു ചോദ്യമുണ്ട്. ആ പരീക്ഷ SLC അല്ലെങ്കിൽ ഇക്വലന്റ് സ്കീമിൽ എഴുതിയ പരീക്ഷയിൽ ആദ്യം അപ്പയർ ചെയ്തപ്പോൾ ഉള്ള രജിസ്റ്റർ നമ്പർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, അത് ഏത് വർഷമാണ് നിങ്ങൾ ആ പരീക്ഷ അപ്പയർ ചെയ്തത്? SLC അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഏത് സമയത്താണ് ആ പരീക്ഷ എഴുതിയത് എന്നാണ്, ഏത് വർഷമാണ് എഴുതിയതെന്ന് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ഇനി നമ്മൾ ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഫോട്ടോ റെഡിയാക്കി വെക്കണം. ഫോട്ടോ അപ്ലോഡിംഗ് ഉണ്ട്, അത് റെഡിയാക്കി വെക്കണം. മറ്റൊന്ന് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ആണ്. ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പെൻ നമ്പർ ഇല്ലാത്തവർക്കുള്ളതാണ്. ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് അത്തരം ആൾക്കാരെ മാത്രം സംബന്ധിക്കുന്നതാണ്. അടുത്തത് അപ്പോയിൻമെന്റ് ഓർഡർ നമ്പറാണ്. നമ്മൾ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലും നമ്മൾ നിയമിക്കുമ്പോൾ ഒരു അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ ഉണ്ടാവും. ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ വിഭാഗക്കാരെ ഒക്കെ നിയമിക്കുന്നത് ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ്, അഥവാ DDE, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് എല്ലാ അധ്യാപകരെയും LP UP ഹൈസ്കൂൾ അധ്യാപകരെ നിയമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ നമ്പർ പ്രകാരമാണ് നമ്മൾ നിയമിച്ചത്. ആ ഓർഡർ നമ്പർ നമുക്ക് സർവീസ് ബുക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ എയ്ഡഡ് സ്കൂളിലും ഓർഡർ നമ്പർ ഉണ്ട്. ആ ഓർഡർ നമ്പർ സർവീസ് ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നേരത്തെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അപ്പോയിൻമെന്റ് ഓർഡർ ഡേറ്റ്. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പോയിൻമെന്റ് പിന്നെ ഓർഡർ നമ്പർ A1 21/5/2023 ഡേറ്റഡ് 21/1/2000 അങ്ങനെ ഒരു ഡേറ്റ് കൂടി ഉണ്ടാവും ഈ ഓർഡറിനൊപ്പം. അപ്പോൾ അപ്പോയിൻമെന്റ് ഓർഡർ നമ്പർ ഉണ്ടാവും, ആ അപ്പോയിൻമെന്റ് ഓർഡറിന്റെ ഒരു ഡേറ്റും ഉണ്ടാവും. ആ ഡേറ്റും നമ്മൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അതും ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിനെ സംബന്ധിക്കുന്ന ഓരോ നമ്മൾ ഇതൊക്കെ ഓൺ ചെയ്ത് ചെയ്യാൻ പോകുമ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പാടുള്ളൂ എന്നതാണ് പറഞ്ഞത്. ഇതിന് ബന്ധപ്പെട്ട ഫീസ് SBI പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. 1000 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ്. SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പോലെയുള്ള ആൾക്കാർക്ക് 750 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് നമ്മൾ എടുത്ത് സൂക്ഷിക്കണം. അപ്ലിക്കേഷൻ പ്രിന്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള പരമാവധി സമയം എന്ന് പറയുന്നത് ഈ മാർച്ച് 13-ാം തീയതിയാണ്. മാർച്ച് 13-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കണം. പക്ഷേ അതൊന്നും തന്നെ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു കാര്യവും ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മൾ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് ഡൗൺലോഡ് ചെയ്തു ഒക്കെ ചെയ്തു, പക്ഷേ നമ്മൾ ഒരു സാധനവും നമ്മൾ പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. പരീക്ഷാ ഭവനാണ് ഈ പരീക്ഷയുടെ നടത്തിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സർട്ടിഫിക്കറ്റ് വിതരണം ഒക്കെ പരീക്ഷാ ഭവനാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യവും അപേക്ഷിച്ചതിൻ്റെ ഒരു കാര്യവും നമ്മൾ പ്രിൻ്റോ അതിൻ്റെ മറ്റു പേപ്പറുകളോ ഒന്നോ പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ടതില്ല എന്നാണ് നമുക്ക് ഇത് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ തിരുത്താൻ പറ്റില്ല. അപ്പോൾ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ അപേക്ഷയിൽ കൊടുക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തതിന് ശേഷമാണ് കൺഫേം ചെയ്യേണ്ടത്. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരുത്താൻ കഴിയില്ല.
ഇനി അതിനോടനുബന്ധിച്ച് പറയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അപ്ലിക്കേഷൻ ഐ ഡിയും അപ്ലിക്കേഷൻ നമ്പറും ഉണ്ടാവും. അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. അപ്ലിക്കേഷൻ ഐ ഡിയും അപ്ലിക്കേഷൻ നമ്പറും രേഖപ്പെടുത്തി വെച്ചാൽ പ്രൊഫൈലിൽ നമുക്ക് വീണ്ടും ഇത് ആവശ്യം വരും. ആ സമയത്ത് നമുക്ക് ആ, ഈ സംഭവം നോട്ട് ചെയ്ത് വെക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോൾ ടിക്കറ്റ് നമുക്ക് ഇപ്പോൾ ഈ പരീക്ഷ സമയമാകുമ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും. പരീക്ഷ നടക്കാൻ സാധ്യത മിക്കവാറും മെയ്യിലാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് മുമ്പ് മാർച്ചിൽ SLC പരീക്ഷ 30 വരെ പരീക്ഷയാണ്. ഏപ്രിൽ ഇലക്ഷനും വാല്യുവേഷനും ഉണ്ട്. SLC സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ, +2 വാല്യുവേഷനൊക്കെ നടക്കുകയാണ് ഏപ്രില്. അതുകൊണ്ട് പരീക്ഷ മെയ്യിലേക്ക് നീണ്ടു പോവുകയുള്ളൂ. മെയ് മാസത്തിന് മുമ്പ് പരീക്ഷ യാതൊരു കാരണവശാലും നടക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ ഹോൾ ടിക്കറ്റും അന്നേരം നമ്മൾ ഇപ്പം രേഖപ്പെടുത്തിയിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റാണ്. അത് ഏതാണോ ID പ്രൂഫിന്റെ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്തത് അതിൻ്റെ ഒറിജിനൽ ID ആയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഹോൾ ടിക്കറ്റിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യും. അവിടെ പരീക്ഷ ഹാളിൽ ഇൻവിജിലേറ്റർ എന്ന് പറയുന്നത് പരീക്ഷ നടത്താൻ നമ്മളുടെ ക്ലാസ് റൂമിൽ വരുന്ന സാറാണ് ഈ ഇൻവിജിലേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഹോൾ ടിക്കറ്റിൽ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അതിനൊരു കോളമുണ്ട്. ആ ഒപ്പിട്ട ഹോൾ ടിക്കറ്റ് വേണം നമ്മൾ DOയിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം. അത് യാതൊരു കാരണവശാലും നമ്മൾ പരീക്ഷ എഴുതാൻ ഉപയോഗിച്ച ഹോൾ ടിക്കറ്റ് കളയരുത്. ആ ഹോൾ ടിക്കറ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ DOയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹോൾ ടിക്കറ്റ് DOയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഏത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത നമ്മൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോയ അതേ ഹോൾ ടിക്കറ്റ്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഫീസ് 1000 രൂപയാണ്. പിന്നെ അത് ഇത്തിരി കൂടുതലാണ്, കുഴപ്പമില്ലെന്ന്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ശമ്പളമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, കിടക്കട്ടെ ഒരു പൈസ എന്നുള്ള ചിന്തയിലായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക. എന്തായാലും അതൊന്നും 1000 രൂപ കൊടുത്താലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന് ചിന്തിക്കുന്ന അധ്യാപകരായിരിക്കും കൂടുതൽ ഉള്ളത്. എന്തു തന്നെയായാലും കൃത്യമായ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി മാത്രമുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന അധ്യാപകരും ജീവനക്കാരും ഒക്കെ വലിയൊരു പിന്നെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കേട്ടിട്ട് വേണോ വേണ്ടയോ, റിട്ടയർ ചെയ്യാനായി ഇനി എത്ര കാലം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാവുമ്പോൾ മിക്കവാറും പരീക്ഷ ഈസി ആവാനാണ് സാധ്യത. അതിനനുസരിച്ച ഒരു ക്വസ്റ്റ്യൻ, ഇതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമല്ല എങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആരുടെങ്കിലുമൊക്കെ വിദ്യാഭ്യാസ വകുപ്പും പിന്നെ SCRT ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഒരു എളുപ്പമുള്ള ചോദ്യപേപ്പർ വരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു മിനിമം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട സിലബസിലൂടെ ഒന്ന് കടന്നു പോകണം. അതിനുശേഷം അത്യാവശ്യം നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്, അതൊക്കെ വായിച്ച് വേണം. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ആ ഗോൾഡൻ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നത്, ആ കേസിൻ്റെ വിധി വരട്ടെ. അത് വിധി എന്താവും എന്നൊന്നും ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു 2 മാസം മിനിമം പരീക്ഷയ്ക്ക് കിട്ടും. അത് നമ്മൾ സിലബസിലൂടെ ഒന്ന് കടന്നു പോവുക. നമ്മൾ പാഠങ്ങൾ ഒക്കെ റെഡിയാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഇതൊക്കെ വായിച്ചൊന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. ഉറപ്പായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ഈ ജനറൽ കാറ്റഗറിയിൽ ഉണ്ടാവുന്ന പരീക്ഷയുടെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്തരത്തിൽ പാസ്സാകാൻ വേണ്ടി കഴിയും. അതോടുകൂടി നമ്മൾ ടെൻഷൻ ഫ്രീ ആയി പ്രൊമോഷന് കേട്ടിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവും. അല്ല, നമ്മൾ സർവീസിൽ തുടരണമെങ്കിൽ കേട്ടിട്ട് വേണമെന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട വെറുതെ കേട്ടിട്ട് ഉള്ള അധ്യാപകർക്കുള്ള ഒരു പിന്നെ ഡയറക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്, ഒരറിവിലേക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തതാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.